ഹലോ, സൽഷാൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിന്ന് മൺചട്ടിയിൽ നല്ലൊരു അടിപൊളി ടേസ്റ്റിൽ കൂന്തൽ കറി, കണവ ഉണ്ടല്ലോ, ചിലർ കണവാന്ന് പറയും, ഞങ്ങൾ കൂന്തൽ എന്നാണ് പറയുക. ആ കറിയുടെ റെസിപ്പിയുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് 1 കിലോ കൂന്തൽ എടുത്തിട്ടുണ്ട്. നല്ല വലിപ്പത്തിലുള്ള കൂന്തൽ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മീഡിയം ടൈപ്പിലായാലും കുഴപ്പമില്ല. തീരെ ചെറുതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവുക വലിയ കൂന്തലിൻ്റെ കറിയൊക്കെ തന്നെയാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ ഇത് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ ഇതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞെടുക്കണം. ഇതിൻ്റെ ഒരു മഷി പോലത്തെ ഭാഗമൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ ഉമ്മയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ പുറം ഭാഗമൊക്കെ ഇതുപോലെ കളഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളിൽ ഇതുപോലെ ഒരു ഇതുണ്ടാവും, അത് കളയണം. പിന്നെ ഉള്ളിലത്തെ വേസ്റ്റൊക്കെ കളഞ്ഞെടുക്കുക. സൈഡ് ഭാഗത്തു നിന്ന് ഒരു കളർ ചേഞ്ചൊക്കെ ഉള്ളതൊക്കെ കളഞ്ഞെടുക്കുക. പിന്നെ ഇത് അതിൻ്റെ തലയുടെ ഭാഗത്തിൽ ഒരിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഒരു ഭാഗം വരും, അതൊന്ന് കളഞ്ഞെടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി ഇതേപോലെ നന്നായിട്ട് കഴുകാൻ വേണ്ടി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. എല്ലാം കഴുകിയിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അപ്പോഴേക്ക് നമുക്കിതിൽ വേണ്ട തക്കാളി, വലിയൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ 2 തക്കാളി എടുക്കുക. പിന്നെ ചെറിയ ഉള്ളി ഒരു 10-12 എണ്ണം ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാള വളരെ തിന്നായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി കുറച്ചധികം എടുക്കുക, ഇഞ്ചി ചെറിയൊരു പീസ് മതിയാകും. പിന്നെ ഒരു 4 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. 1 കിലോ കൂന്തലിലേക്കുള്ള അളവാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഈ അടുപ്പിലോട്ട് മൺചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് നന്നായി ചൂടായ ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1 സ്പൂണോളം ഉലുവ ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കറിവേപ്പിലിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം കുഞ്ഞുള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ല പോലെ വഴറ്റേണ്ട, ഒരു പകുതി വേവാകുന്നത് വരെ ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവാളയും പിന്നെ തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരുമിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. ചട്ടിയിലായതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ വഴന്ന് കിട്ടുകയും ചെയ്യും. പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. നല്ല പോലെ വഴറ്റിയൊന്ന് എടുക്കുക. അപ്പോഴേക്കും നന്നായിട്ട് തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞ് വന്നോളും. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 സ്പൂണോളം മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നമുക്കിതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒത്തിരി ഒഴിച്ച് കൊടുക്കേണ്ട, കാരണം കൂന്തൽ പൊതുവേ വെള്ളം എത്ര നമ്മൾ കഴുകിയെടുത്ത് പിഴിഞ്ഞെടുത്താലും വെള്ളം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതൊന്ന് വറ്റി വന്നോട്ടെ, നന്നായിട്ട് തിളച്ചൊന്ന് വറ്റി വരണം. എന്നിട്ട് വേണം മീൻ ചേർത്ത് കൊടുക്കാനായിട്ട്. അതായത് ഹാഫായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കൂന്തൽ നന്നായി പിഴിഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നിരത്തി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. കുറച്ച് സമയം എടുക്കും കൂന്തൽ വേവാനായിട്ട്. വെന്ത് വരുമ്പോൾ ഇതുപോലെ വെള്ളം ഇറങ്ങി വരുന്നാണ്ട് പേടിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് അത് വറ്റി വരുന്നത് വരെ വെയിറ്റ് ചെയ്താൽ മതിയാകും. ചട്ടിയിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ വറ്റി വന്നോളും. കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി. എന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കറിയുടെ ഗ്രേവിയൊക്കെ വറ്റി വന്നതിന് ശേഷം ഒരു 1/2 തേങ്ങാമുറിയുടെ പാല് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഒന്ന് തിളച്ച് വരണം. അപ്പോഴേക്ക് കൂന്തൽ കറിയുടെ നല്ലൊരു കൊതിപ്പിക്കുന്ന മണം വരാനുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ മേലേക്ക് പിന്നെ മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അടിപൊളി നല്ലൊരു മൺചട്ടിയിൽ ഉണ്ടാക്കിയെടുത്ത കൂന്തൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.